നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും ഏനറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UK പോലൊരു രാജ്യത്തേക്ക് വരുമ്പോൾ മിക്കവർക്കും അവരുടെ ഡിപ്പെൻഡൻസിയും കൂടി UK കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ സ്കിൽഡ് വർക്കർ വിസ നോക്കുകയാണെങ്കിൽ കെയർ വിസയോ സീനിയർ കെയർ വിസയോ മാർച്ച് 2024 മാർച്ച് 15 ശേഷം കിട്ടിയവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാൻ സാധിക്കുകയില്ല. പക്ഷേ മറ്റ് എല്ലാവർക്കും തന്നെ UK ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവർക്കും കഴിഞ്ഞ ജനുവരിക്ക് ശേഷം റിസർച്ച് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് മാത്രമേ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഡിഗ്രി അല്ലാതെയുള്ള എല്ലാ കോഴ്സുകൾക്കും ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, UK മിക്കപ്പോഴും നമ്മളിങ്ങനെ വരുമ്പോൾ കൂടുതലും എല്ലാവരും തന്നെ പ്രൈവറ്റ് സെക്ടർ ജോലികളാണ് കിട്ടുന്നത്. പൊതുവേ UK വരുന്ന മിക്ക ഡിപ്പെൻഡൻസും പെട്ടെന്ന് എത്തപ്പെടുന്നത് കെയർ മേഖലയിൽ തന്നെയാണ്. നമ്മൾ ആരും തന്നെ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാറില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ UK വന്ന് നമ്മൾ ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല ജോലി നല്ല ജോലികൾ ഗവൺമെൻറ് സർവീസിൽ ഉൾപ്പെടെയുള്ള നല്ല ജോലികൾ കിട്ടാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരാണ് ഇവിടെ HMRC, അതേപോലെ തന്നെ DWP, അതുപോലെ തന്നെ ഇവിടുത്തെ സിവിൽ സർവീസ് ജോബുകളിലേക്ക് കടന്നെത്തുന്നത്. പലപ്പോഴും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഡിപ്പെൻഡ് വിസയിലൊന്നും നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഗവൺമെൻറ് ജോലികൾക്ക് അപ്ലൈ ചെയ്യാനൊക്കുകയില്ല, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടുകയില്ല എന്നുള്ളതാണ്. പക്ഷേ സത്യം അതല്ല. ഇപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് HMRCയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു വേക്കൻസിയാണ് ഞാനിവിടെ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം അദ്ദേഹം HMRCയിൽ തന്നെയാണ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ മറ്റൊരു കമ്പനിയിലേക്ക് മാറിയെന്ന് പറഞ്ഞു. പക്ഷേ വേക്കൻസികളുണ്ട്, നമ്മൾ മലയാളികൾക്കൊക്കെ കിട്ടാൻ വളരെ നല്ല ചാൻസ് ആണെന്ന് പറഞ്ഞു. ഏകദേശം 550ഓളം വേക്കൻസികളാണ് ഇപ്പോൾ HMRCയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. UK ഇപ്പോൾ ജോലി ചെയ്യാൻ പെർമിഷനുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്ക് ഇപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ഫുൾ ടൈം പൊസിഷനാണ്. പക്ഷേ ഡിപ്പെൻഡ് വിസയിൽ നിൽക്കുന്നവർക്കും PSW നിൽക്കുന്നവർക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. കാരണം ഈ PSWയിലൊക്കെ നിൽക്കുന്നവർക്ക് ഇതിന് നല്ലൊരു അവസരമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. പക്ഷേ ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് നമുക്ക് അവർ തരില്ല. നമ്മൾ അവിടെ വർക്കിന് കയറി കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ മാനേജറുമൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പോൺസർഷിപ്പിനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് PSWയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ നല്ല ചാൻസ് ആണ്. കാരണം അവർക്ക് ന്യൂ എൻട്രൻറ്റ് റൂട്ട് വഴി വിസ കിട്ടുന്നതിനുള്ള സാലറി ക്രൈറ്റീരിയ ഇതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ കുറച്ചുകൂടെ സാലറി കൂടുന്നുണ്ട്, 5.5% കൂടുമ്പോൾ. ഇപ്പോൾ UK എല്ലാവരും തന്നെ ഇതിന് അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് ഡിപ്പെൻഡ് വിസയിലോ PSWയിലൊക്കെ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇതിന് അപ്ലൈ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇതിന് വേണ്ടി നമുക്ക് പ്രത്യേകം ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ജോബിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ UK സിവിൽ സർവീസ് ജോബ്സിന് വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങാം. നിങ്ങൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അന്നേരം ആ വേക്കൻസിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം അതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വിശദമായ വീഡിയോ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഗവൺമെൻറ് വെബ്സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ ഇതിനകത്ത് കാണിക്കാം. ഞാനൊന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നു. എക്സാം ഞാൻ കാണിക്കുന്നില്ല, ന്യൂമറിക്കൽ എക്സാം നമുക്ക് പുറത്ത് കാണിക്കാൻ സാധിക്കില്ല. അതുവരെയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈ വീഡിയോയുടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. പക്ഷേ ആ ന്യൂമറിക്കൽ എക്സാം വളരെ ഈസിയാണ്. ഞാനത് ചെയ്ത് നോക്കിയിരുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും, നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഈ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ടതാണ്. UK മലയാളികൾ എല്ലാവരും തന്നെ. ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ കെയർ ഹോമിലോ മറ്റുള്ള ജോലി ചെയ്യുന്നവർ അതിനുവേണ്ടി സ്റ്റിക്ക് ചെയ്യാൻ നോക്കരുത്. കാരണം UK മിക്ക ലൊക്കേഷനുകളിലും ഇതിൻ്റെ വേക്കൻസികൾ. അപ്പോൾ UK ഒരു സിവിൽ സർവീസ് ജോബ് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. അന്നേരം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറയാം. അന്നേരം ആ ജോബ് HMRC, നമുക്കറിയാം HMRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് HMRC ആണ്. അന്നേരം ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണത്. അന്നേരം നമുക്ക് എല്ലാവർക്കും തന്നെ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്ര അവർ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഏകദേശം എല്ലാവരും തന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമായിട്ട് വരികയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർ ഈ മാത്സിൽ കണക്കിൽ ഇച്ചിരി നല്ല രീതിയിലുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ന്യൂമറിക്കൽ എക്സാം ഒക്കെ ഈസി ആയിട്ട് പാസ്സാകാൻ തന്നെ സാധിക്കും. അന്നേരം ആ വേക്കൻസിയുടെ പേര് കംപ്ലയൻസ് കേസ് വർക്കർ എന്നാണ്. അതിൻ്റെ കോഡ് 376 എന്നാണ്. കംപ്ലയൻസ് കേസ് വർക്കർ HMRCയിലേക്കാണ് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് HM റവന്യൂ ആൻഡ് കസ്റ്റംസ്, അതിനകത്താണ് ഈ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ സാലറി അവർ പറഞ്ഞിരിക്കുന്നത് 28,341 തൊട്ട് 35,059 പൗണ്ട് വരെയാണ്. അന്നേരം 28,000 എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറിയാണ്. പക്ഷേ അടുത്ത മാസം അത് കുറച്ചുകൂടെ കൂടും. ഇത് ലണ്ടനിലുള്ളവർക്കാണെങ്കിൽ ഏകദേശം 32,000 സ്റ്റാർട്ടിംഗ് സാലറി, 32,782. അതിൻ്റെ ഫൈനൽ സാലറി 35,059 പൗണ്ടാണ്. അന്നേരം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് ലണ്ടനിലാണെങ്കിൽ ലണ്ടൻ അലവൻസോടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പോൺസർഷിപ്പിനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ആദ്യം അവർ തരില്ല, നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തരികയുള്ളൂ. ആദ്യം നമുക്കൊരു 8 മാസത്തെ ട്രെയിനിങ് ഉണ്ട്, അത് ഫുൾ ടൈം തന്നെയാണ്. നമ്പർ ഓഫ് ജോബ്സ് അവൈലബിൾ 550 വേക്കൻസിയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 550 വേക്കൻസിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് BTech കഴിഞ്ഞവരും MTech കഴിഞ്ഞവരും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരും അങ്ങനെ ഒരുപാട് എഞ്ചിനീയറിംഗ് ഡിഗ്രീസ് ഉള്ളവർ എല്ലാവരും തന്നെ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ബെൽഫാസ്റ്റിലുണ്ട്, ബെർമിംഗ്ഹാം, ബ്രിസ്റ്റോൾ, കാർഡിഫ്, ക്രോയിഡോൺ, ഈസ്റ്റ് കിൽബ്രിഡ്ജ്, എഡിൻബറോ, ഗ്ലാസ്ഗോ, ലീഡ്സ്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ന്യൂകാസിൽ അപ്പോൺ ടൈൻ, നോട്ടിഹാം, പോർട്സ്മത്ത്, സ്ട്രാറ്റ്ഫോർഡ്. ഓൾമോസ്റ്റ് UK എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ വേക്കൻസി ഉണ്ട്.
അന്നേരം അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒക്കുന്നതെന്ന് ഞാൻ പറയാം. UK നാഷണൽസ്, നാഷണൽസ് ഓഫ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, നാഷണൽസ് ഓഫ് കോമൺവെൽത്ത് കൺട്രീസ് ഹു ഹാവ് ദ റൈറ്റ് ടു വർക്ക് ഇൻ ദ UK. അതിലാണ് നമ്മളെല്ലാം പെടുന്നത്. നമ്മൾ ഇന്ത്യ കോമൺവെൽത്ത് കൺട്രിയാണ്. നമ്മളിപ്പോൾ UK ഏതെങ്കിലും വിസയിലുണ്ട്, നമുക്ക് റൈറ്റ് ടു വർക്ക് ഉണ്ട്, അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അതായത് ഡിപ്പെൻഡൻസിനെല്ലാം അത് ഉള്ളത് തന്നെയാണ്. എന്നിട്ട് നമുക്കെല്ലാം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ PR ഉള്ളവർക്കും എല്ലാം ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് പേഴ്സണൽ സ്പെസിഫിക്കേഷനായിട്ട് അവർ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അവർ പറയുന്നത് നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ്, വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ന്യൂമറിക്കൽ സ്കിൽസ്, ഇതാണ് അവർ പറയുന്നത്. ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് സംസാരിക്കാൻ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അവിടെ ജോലി കിട്ടും. ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ ഒക്കുന്നതാണ് കേട്ടോ. അത്ര ടഫൊന്നും അല്ല ഇൻ്റർവ്യൂ ഒന്നും. ഞാൻ ഈ സംസാരിച്ച വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇൻ്റർവ്യൂസ് ഒന്നും ടഫല്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമുക്ക് അത്ര നല്ലതല്ലെങ്കിൽ അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പോലും നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വരെ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് മോശമാണെന്നും പറഞ്ഞ് ആരും ഇരിക്കരുത്. നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി അപ്ലൈ ചെയ്ത് തുടങ്ങുക. കാരണം സിവിൽ സർവീസ് ജോബുകൾ ഒരുപാട് ഇപ്പോൾ UKയിലുണ്ട്. പ്രിസൺ ഓഫീസേഴ്സിൻ്റെ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ DWPയിൽ ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ മലയാളികൾക്ക് കിട്ടുന്നുണ്ട്. അന്നേരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ആരും ഇനി ട്രൈ ചെയ്യാതിരിക്കരുത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമുക്ക് ഒരുപാട് പേഴ്സണൽ സപ്പോർട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പെൻഷൻ കോൺട്രിബ്യൂഷനാണ്. അവർ ഏകദേശം 28.7% നമുക്ക് പെൻഷൻ കോൺട്രിബ്യൂഷനായിട്ട് തരുന്നത്. ഇത് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു വർഷം ഏകദേശം 8,000-ന് മുകളിൽ പൗണ്ട് അവർ നമുക്ക് വേണ്ടി പെൻഷൻ ഫണ്ടിലേക്ക് ഓരോ വർഷവും ഇടും. കാരണം നമുക്ക് നല്ലൊരു പെൻഷൻ ഫണ്ട് സ്കീമാണ് HMRC ഓഫർ ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ ടെസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫുൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. രണ്ടാമത്തത് കേസ് വർക്കർ സ്കിൽസ് ടെസ്റ്റ് ഉണ്ട്, ഒരു ന്യൂമറിക്കൽ ടെസ്റ്റ് ആണ്. പിന്നെ സിവിൽ സർവീസ് സിറ്റുവേഷണൽ ജഡ്ജ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ട്. കുറച്ച് പാരഗ്രാഫ് തന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ചെയ്താൽ മതി. സിവിൽ സർവീസ് ന്യൂമറിക്കൽ ടെസ്റ്റ് ഉണ്ട്, പ്രീ റെക്കോർഡഡ് വീഡിയോ ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ വിർച്വൽ ഇൻട്ര എക്സസൈസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് സെപ്റ്റംബർ 30 സെപ്റ്റംബർ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് അവർ ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് തന്നെ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് സമയം എടുക്കും പ്രോസസ്സ് എല്ലാം കൂടെ. അന്നേരം ഇതിനകത്ത് ഇത്രയുമാണ് ഇതിൻ്റെ പ്രോസസ്സ്. നമുക്കറിയാമല്ലോ സിവിൽ സർവീസിൽ ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് പലരുടെയും ഒരു സ്വപ്നമാണ്. അന്നേരം അത് സാക്ഷാത്കരിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്തവർ ദയവ് ചെയ്തൊന്ന് അപ്ലൈ ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട്സും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. ഒരുപാട് പേർക്ക് അത് പ്രചോദനമായിട്ട് മാറും. ഇനി ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനകത്ത് അപ്ലൈ നൗ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ അപ്ലൈ നൗ എന്ന് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക പേജിലേക്ക് പോകും. അവിടെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യാം. അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ പേജിലോട്ട് പോകും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വെച്ച്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം എൻട്രി ചെയ്ത് കഴിയുക. പിന്നെ നമ്മളൊരു വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ഒരു കോളം ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ CV കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്രയും ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് പോകും. അന്നേരം നമ്മളെല്ലാവരും UKയിലുള്ള എല്ലാ മലയാളികളും ഇത് ചെയ്യണം.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും